കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു, അതിന് നമുക്ക് നന്ദി പറയാം. ഒരു പ്രാവശ്യം കൂടെ തിരുവചനവുമായി പ്രിയപ്പെട്ടവരുടെ മുൻപിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം എനിക്കും കൃപ നൽകി. ഇന്ന് നാം ചിന്തിക്കുന്നത് 138 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യമാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. ദൈവം താഴ്മയുള്ളവനെ കടാക്ഷിക്കും എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമുക്ക് സമ്പത്തുണ്ടെങ്കിലോ ജ്ഞാനമുണ്ടെങ്കിലോ കഴിവും പ്രാപ്തിയുമുണ്ടെങ്കിലോ അതൊന്നും ദൈവസന്നിധിയിൽ വിലപ്പോകുന്ന കാര്യങ്ങളല്ല. ദൈവം മനുഷ്യനെ നോക്കുന്നത് അവൻ്റെ വിനയമുള്ള സ്വഭാവം, താഴ്മയുള്ള അനുഭവം, അനുസരിക്കുവാനുള്ള മനസ്സ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ 2 വ്യക്തികളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് താഴ്മയുള്ളവനും ഒന്ന് ഗർവിയും. താഴ്മയുള്ളവന് വേണ്ടി ദൈവം എന്തും ചെയ്യുവാൻ സന്നദ്ധനാണ്. യെശയ്യാ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. സ്തോത്രം. അതെ, ദൈവത്തെ ഭയപ്പെടുന്നവനെയും ദൈവവചനത്തിൽ വിറയ്ക്കുന്നവനെയും ഹല്ലേലൂയ ദൈവത്തിന് ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ഒരു അനുസരണമുള്ള സ്വഭാവം, ദൈവത്തിന് വിധേയപ്പെടുവാനുള്ള നമ്മുടെ ഒരു മനസ്സ്, അതാണ് ദൈവം നോക്കുന്നത്. നമുക്ക് ദൈവത്തെക്കാൾ ഉയരാനോ ദൈവത്തോട് മത്സരിക്കാനോ കഴിയുകയില്ല. കാരണം ദൈവം ഉന്നതനാണ്. സകല ദേവന്മാരെക്കാളും സകല മനുഷ്യരെക്കാളും ഈ ലോകത്തുള്ള ആരെക്കാളും നമ്മുടെ ദൈവം ഉന്നതനാണ്. സ്തോത്രം. അതിന് മുകളിലൊരു സ്ഥാനം ഈ ലോകത്ത് ഇല്ല. അത്രയ്ക്കും ഉന്നതനായിരിക്കുന്ന ദൈവം നമ്മെ സഹായിക്കുവാൻ സന്നദ്ധനാണ്. കാരണം നമ്മെ അവൻ സ്നേഹിക്കുന്നു. നമുക്ക് വേണ്ടി എത്ര വലിയ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവത്തിന് ഒരു മടിയുമില്ല. പക്ഷേ ഗർവിയെയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. ഗർവി എന്ന് പറഞ്ഞാൽ അഹങ്കാരി, നിഗളമുള്ളവൻ, വിധേയപ്പെടാത്തവൻ, ഞാൻ എന്ന ഭാവമുള്ളവൻ. അവൻ്റെ ഈഗോ ഒരിക്കലും അവൻ്റെ തല താഴ്ത്തുവാൻ അല്ലെങ്കിൽ മറ്റുള്ള മുമ്പിൽ അല്പം വിനയപ്പെടുവാൻ, പോട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോലും വിനയപ്പെടുവാൻ മനസ്സില്ലാത്തവനെ ദൈവം ഒരിക്കലും സഹായിക്കുകയില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നും പുകഴാനില്ല. നമ്മെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു, ദൈവം നമ്മളെ സഹായിച്ചു, അവൻ ഇനിയും നമ്മളെ സഹായിക്കണമെന്ന് മാത്രമാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ഹല്ലേലൂയ, ഒരു തലക്കനത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുക, വിധേയപ്പെടുക, താഴ്ത്തിയേൽപ്പിച്ചു കൊടുക്കുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർഷകൻ കൃഷി ചെയ്ത് വരുമ്പോൾ ആ നെല്ലിൻ്റെ ഇടയിൽ നോക്കിക്കേ, നമുക്ക് കാണാം പതിര് ഉള്ള, ഒട്ടും ഒരു ഗുണവുമില്ലാത്ത പതിര് തല ഉയർന്നു നിൽക്കും. കൊയ്ത്ത് കഴിയുമ്പോൾ ആ പതിരിനെ വേർതിരിച്ച് തീയിലിട്ട് ചുട്ടുകളയുന്ന അനുഭവം നമുക്കറിയാം. സ്തോത്രം. നല്ല നെല്ല് അവൻ തൻ്റെ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു വയ്ക്കും. എന്നതുപോലെ തന്നെയാണ് ദൈവം ഹല്ലേലൂയ വിനയപ്പെടുന്നവനെ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ വിനയമുള്ളവനെ സൂക്ഷിച്ച് കാത്തുപരിപാലിക്കുന്നത്. നമുക്ക് നല്ല ആമേൻ സ്തോത്രം ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായി തീരുവാൻ സഹായിക്കട്ടെ. ഈ വചനം
എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.